വേണ്ടേ? ഇതാ ലാസ്റ്റത്തെ കൊട്ടയാണ് ഇപ്പൊ എന്താ ചേട്ടൻ ഇറക്കണം. ഒരു കൊട്ടയില് മാങ്ങ ആയി കഴിയുമ്പോ പതുക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. അയ്യോ, പാലുടിക്കണ്ടേ? പാലുടിക്കണ്ടേ? വേണ്ടേ? മയങ്ങോണം കിടക്കുക. ഇനി എന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ പിടിച്ച് കൊടുന്ന് കുടിപ്പിക്കില്ലേ. വായോ, എണീക്കിന് പണിയേ. മയക്കുകുട്ടി പാലുടിക്കാൻ വാ. പാലുടിക്കേ. ഞാനിവിടുന്ന് ചിലപ്പോൾ നീങ്ങി കഴിഞ്ഞാലേ അവള് പാല് കുടിക്കില്ല കേട്ടാ. അത് അതൊരു 2 മിനിറ്റ് ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഞാനവിടെ നിൽക്കേണ്ടത്. അല്ലിൻ്റെ അവിടെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ കാക്കകൾ വന്നു തുടങ്ങിയിട്ടാ. ആ തേരാ നിങ്ങളുടെ കുടി കഴിയട്ടെ. അതൊന്നും കൂടി നക്കി കുടിച്ചടി മണിയെ പാത്രം. ഒന്നുകൂടി തുടച്ചോ? തുടച്ച് വൃത്തിയാക്കി വെക്കോ. ഇതിപ്പോൾ ഞാൻ നിന്ന കാരണമാണ് അത്രയെങ്കിലും കുടിച്ചിട്ടാ. നമ്മളത് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പിന്നാലെ വേഗം അങ്ങോട്ട് വരും. അപ്പം ഇനി എനിക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഞാൻ ചീരദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു വീഡിയോയിൽ ചീരദോശ ഉണ്ടാക്കുന്നതായിട്ട് കാട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു സ്മിത ചീരദോശ ഉണ്ടാക്കുന്നത് കാട്ടുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ചീര അരിയാൻ പോകട്ടാ. പിന്നെ നമ്മുടെ മാങ്ങയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കാട്ടി തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചീര നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി നമ്മുടെ അവിടുത്തെ ചീര കണ്ട ഒക്കെ കതിര് വന്നിട്ട്. അപ്പോൾ ഈ കതിര് ഇവിടെ കൊഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടുമ്പോൾ നമ്മൾക്ക് അപ്പോൾ നിറച്ച് ചീര തൈകൾ മുളയ്ക്കുന്നത് കേട്ടോ. പിന്നെ നോക്കിയാൽ നമ്മുടെ അവിടെ ഇപ്പോഴും കോളിഫ്ലവർ ഉണ്ട്. ശരിക്കും ഈ സമയത്തൊന്നും കോളിഫ്ലവർ ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ അവിടെ നോക്കിയാൽ ഇപ്പോഴും കോളിഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഉണ്ട് ഇപ്പോഴും. കഴിഞ്ഞു തുടങ്ങി ശരിക്കും നമ്മുടെ അവിടുത്തെ. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളിഫ്ലവർ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ചീരദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ ചീരദോശയിലേക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം, അതേപോലെ കുറച്ച് ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയാണ് നമ്മൾ ഇടുന്നത്. 2 കതിര് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കണ്ട നമ്മൾ ഇത് ജാറിലൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ളൊരു ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് പാകാക്കി എടുക്കാം. ഇനി നമ്മൾ ചട്നിയിലേക്ക് താളിക്കാൻ പോകാട്ടെ. അപ്പോഴത്തെ ചീനിച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ എന്താ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ഉണ്ടല്ലോ 2 വറ്റമുളകാണ് നടുമുറിച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് നേരെ ഇതിലേക്ക് ആക്കാം. നല്ല രസമുള്ളൊരു ചട്നിയാണ് കേട്ടത്. ഇനി നമുക്ക് ചീര ദോശ ഞാൻ ഇങ്ങനെ റെഡിയാക്കുന്നത് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ചീരദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ, നമ്മൾ നല്ല കട്ടിയിൽ കണ്ട മാവ് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ നമ്മൾ ഈ അരിഞ്ഞു കൊടുന്ന ചീര നന്നായി കഴുകി എടുത്തുള്ള ചീരയാണ് കേട്ടോ. നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഇത്തിരി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു തരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ മാവ് അടിക്കുമ്പോൾ മാവിൽ ആവശ്യത്തിന് ഉപ്പാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പം നോക്കി നമുക്ക് മാവ് നോക്കി ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ എന്താ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നല്ല കട്ടിയുള്ള പോലെ. കട്ടിയൊന്നും അങ്ങനെ എത്ര അധികം ഒന്നുമില്ല. നമുക്ക് നല്ല മസാല ദോശയ്ക്ക് ഉണ്ടാക്കിയെടുക്കുമല്ലോ അതേപോലെ തന്നെ നല്ല കനം കുറവില്ല നമുക്ക് ഈ മാവ് ഉണ്ട് നമുക്ക് ദോശയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ദോശപ്പാത്രം നോക്കി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ പരത്താം. ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒട്ടി പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു അളവിലായാൽ പോലും നമുക്കിതാ നല്ല കനം കുറച്ച് നമ്മുടെ മസാല ദോശയുടെ പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പരത്തിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതാ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതേ മക്കൾക്കായ കാരണമായിട്ട് ഇത്തിരി കൂടുതൽ നെയ്യൊക്കെ പൊട്ടണത്. അപ്പം നോക്കിയേ, നമ്മുടെ ദോശയുടെ ഈ സൈഡൊക്കെ ഇങ്ങനെ പൊന്തി വന്നു തുടങ്ങി. അപ്പം നമുക്കിതാ കണ്ട ചീരദോശ. അപ്പം നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം എടുക്കാട്ടോ. നമ്മുടെ ചട്നി ഒരു അരുവത്തിട്ട് പിന്നെ ഞാനുണ്ടല്ലോ ഒരു ചിക്കനും കൂടി രാവിലെ ഒന്ന് കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എൻ്റെ മക്കൾക്കുള്ള ഫുഡ് റെഡിയായി. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി പിന്നെ അടുത്തത് അവർക്ക് കഴിയുന്നോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അവർക്ക് കൊടുക്കട്ടെ കേട്ടോ. ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ മാങ്ങ കൊടുത്തു കേട്ടോ. അതായത് നമുക്ക് വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-8 മാവൊക്കെ ഉണ്ട്. അതിൽ ഈ വട്ടം ഉണ്ടായിട്ടുള്ള മാങ്ങ എന്ന് പറയുന്നത് പ്ലിയൂരല്ല മൂവാണ്ട കേട്ടോ. സോറി, ഈ മൂവാണ്ടന്മ 4 മാമ്പ നമുക്ക് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ 3 മാമത്തെ മാങ്ങയാണ് നമ്മൾ പൊട്ടിക്കാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മാമത്തെ മാങ്ങ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമല്ലോ, പഴുപ്പിച്ചൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമുക്ക് ഒരുവിധം തോട്ടിലുണ്ടായി പൊട്ടിക്കാൻ കിട്ടും. ആ രീതിയിലൊരു മാവ് നമ്മൾ കൊടുത്തിട്ടില്ല മാങ്ങ പൊട്ടിക്കാൻ. ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മാവ് നന്നായി മാങ്ങ ഉണ്ട് കേട്ടോ. എന്താ പറയുക, നമുക്ക് നമ്മുടെ വീഡിയോ ക്യാമറയിൽ അത് ശരിക്കും തെളിഞ്ഞ് കാണുണ്ടോയെന്ന് അറിയില്ല. കാരണം ഒത്തിരി മുകളിലേക്കൊക്കെ ആയിട്ട് നിൽക്കണത് കേട്ടോ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ 2ാം സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ മാങ്ങ നോക്കിയാൽ നമ്മുടെ പഴുത്തൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ട നമ്മുടെ അണ്ണാമാരും കിളികളൊക്കെയാണ് അത് നിറച്ച് പങ്കെടുക്കുന്നുണ്ട്. താഴത്തൊക്കെ ഇവിടെ ഒക്കെ നോക്കി കാണാൻ എന്താ നമ്മളായാലും എന്താ പറയുക താഴത്ത് നിൽക്കുന്നത് പൊട്ടിച്ച് പഴിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുകളിൽ നിൽക്കുന്നതൊന്നും എന്തായാലും നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇത്രയും വേണ്ടല്ലോ. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ നിർത്തിയൊരു മാവുണ്ടല്ലോ, അത് മൊത്തം വാങ്ങി ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മൾ വീട്ടാവശ്യത്തിന് നിർത്തിയിട്ടുള്ള മാവ് ഇതാട്ടാ. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മാവാട്ടത്. ഇതിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന മാങ്ങ നമുക്ക് സ്റ്റൂളൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നിലത്ത് വീണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയാലും കണ്ട നല്ല താഴത്തേക്ക് നിൽക്കണേ. നമുക്ക് ഓടി വന്ന് ഒരു കറിക്കൊക്കെ ആയാലും പൊട്ടിക്കാനായിട്ട് എളുപ്പമാട്ടാ. പിന്നെ ഈ നമ്മുടെ ഈ മൂവാണ്ടൻ മാവിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. എപ്പോഴും മാങ്ങയുണ്ടാവും. പക്ഷെ കുറേ മാങ്ങ ഉണ്ടാവില്ല. മാങ്ങ ഉണ്ടാവാത്ത കാലത്തായാലും ഇത് മാങ്ങ കിട്ടും. അത് പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആവശ്യത്തിനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടിക്കാൻ കിട്ടും ഈ മാവ്. പിന്നെ മൂവാണ്ടൻ മാവിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒട്ടൊന്നും മേടിച്ച് വയ്ക്കുന്നതിൽ സാധാരണ മൂവാണ്ടൻ മാവിൻ്റെ തൈ ആയാലും 3ാമത്തെ വർഷമായി കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ.
അതേപോലെ തന്നെ നമ്മുടെ ഈ മൂവാണ്ടമാവിൻ്റെ തൊട്ടായിട്ടായിട്ട് നമ്മുടെ റംബൂട്ടാൻ നിൽക്കണ റംബൂട്ടാൻ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയൊരു കൊലകളൊക്കെ കണ്ടു തുടങ്ങി പൂത്തിട്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മാവിൻ്റേതായ കുറേ വിശേഷങ്ങളാണല്ലോ. അപ്പം ഞാൻ നമ്മുടെ മാങ്ങ കൊണ്ട് തന്നെയുള്ള ഒരു കറിയായിട്ടാണ് വയ്ക്കണേ. അപ്പോൾ ഇതാ വലുത് നോക്കിയിട്ടൊരു മാങ്ങ പൊട്ടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ മാങ്ങ കൊടുത്തിട്ടുള്ളത് ഹക്കിയും ഇക്കിക്കാട്ടാ. അപ്പോൾ അതായത് പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഫാമിലിയിലത്തെ കുടുംബത്തിലേക്ക് തന്നെ നമുക്ക് മാങ്ങ കൊടുക്കാൻ പറ്റുള്ളതായിട്ട് സന്തോഷം. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇവിടെ നമ്മുടെ മാങ്ങയുടെ ആ കച്ചവടം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചേട്ടനായിട്ട് ഒരു കണക്ഷനും ഇല്ല. എന്നിട്ട് ഇന്നലെ ഇപ്പോൾ അനിയൻ്റെ വീട്ടിൽ മാങ്ങ പൊട്ടിക്കലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ചേട്ടൻ മനസ്സിലായത് എൻ്റെ മോനിവിടെ വന്നപ്പോൾ ചേച്ചിനെ കണ്ടപ്പോൾ മനസ്സിലായി. യൂട്യൂബർ എന്ന മാതിരിയാണ് സംഭവം മനസ്സിലായി. നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ഫാമിലി എല്ലാവരും ചേച്ചി അറിയും. ഞാൻ ഈ കാര്യത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കാത്ത ആളാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളെ കൂട്ടിയിട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് ഖേദം പ്രകടിപ്പിച്ചു. എന്നിട്ട് രാവിലെ ഞാൻ വന്ന് ഇന്ന് മാങ്ങ പൊട്ടിക്കാൻ വരുമ്പോൾ ചേച്ചിനെ പരിചയപ്പെടുത്തി ഫോൺ കൊടുത്ത് പരിചയപ്പെടുത്തി. അങ്ങനെ ഇത്തക്കായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഒരു കാണണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി, സന്തോഷം അങ്ങനെ കാണാൻ പറ്റില്ല. ഒരു കൊട്ടയില് മാങ്ങയായി കഴിയുമ്പോൾ പതുക്കെ എടുത്ത് താഴേക്ക് ഇറക്കാട്ട് ചെയ്യണേ. ഇതേപോലെ അപ്പൊ മാങ്ങ ചതിയൊന്നും ഉണ്ടാവണില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ പറ്റില്ല പൊട്ടിക്കാനൊന്നും. നമ്മുടെ മാങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയും മാങ്ങയാണ് നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ ലാസ്റ്റത്തെ കൊട്ടയാണ് ഇപ്പൊ എന്താ ചേട്ടൻ ഇറക്കണത് കേട്ടാ. നമ്മുടെ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് ഇന്ന് ഒരാളോട് ഹായ് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ അനിൽ ബോസിനോടാണ് ഹായ് പറയാനുള്ളത്. അപ്പൊ ഹായ് അനിൽ ബോസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഇതൊരു വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ യൂണിക് ഫാമിലി കുടുംബത്തിലത്തെ ഒരു ചേച്ചിയാണ്, അതായത് ബിന്ദു ചേച്ചി. അപ്പോൾ എൻ്റെ ഈ തലയുടെ അവസ്ഥ കണ്ടിട്ടാവണം ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ അയച്ചു തന്നു. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ താരം പോകും, പിന്നെ മുടി നന്നായി നീളം വയ്ക്കും, പിന്നെ നല്ല ഉറക്കം കിട്ടും, പിന്നെ എന്താ പറയുക മിനുസുള്ള പെട്ടേമ വരെ മുടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനും ഷായേട്ടനും ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ ഞാനിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകാം. ഞാനുണ്ടല്ലോ നോക്കിയാൽ നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വയ്ക്കുന്ന കറി എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങയാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ഉണക്കച്ചെമ്മീൻ, ഒരു ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി ഉണ്ടാവുക അത്രയും ഉണക്കച്ചെമ്മീൻ കേട്ടോ. പിന്നെ 1/4 മുറി നാളികേരം ചെരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് 2 കതിര് വേപ്പില, അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടാകട്ടെ കേട്ടോ. ചീനച്ചട്ടി നന്നായി ചൂടായി അതിലേക്ക് നോക്കിയാൽ നമ്മൾ 2 ടീസ്പൂണിൻ്റെ അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഉണക്കച്ചെമ്മി കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ ചെമ്മീൻ നോക്കിയാൽ നന്നായിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ ചെമ്മീൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ചെമ്മീൻ ചൂടാറിയതിന് ശേഷം ഈ ചെമ്മീൻ്റെ തലി ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചെമ്മീനിൽ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ഈ ചെമ്മീൻ്റെ ഈ തല ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മൾ വേർതിരിച്ചെടുക്കണത് കേട്ടോ. നമ്മൾ വേർതിരിച്ചെടുത്ത നമ്മുടെ ചെമ്മീൻ്റെ തലയുണ്ടല്ലോ അത് ഞാനിതാ നമ്മുടെ നാളികേരത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തുകൊണ്ട്
അപ്പം ഞാനുണ്ടല്ലോ നോക്കിയാൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജാറൊക്കെ കഴുകി അതിലത്തെ വെള്ളമൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മുടെ ചെമ്മീൻ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എരിവിനനുസരിച്ച് അപ്പം ഞാനിതാ 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതാ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് നമുക്കിതാ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരച്ച് കൊണ്ടതുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ചാറിനനുസരിച്ച് നമുക്ക് അഴവാക്കി എടുക്കാം കേട്ടോ. ഇത്രയും അഴവ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു അഴവിനാണ് നമ്മൾ കറി അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് കഴിക്കും. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. തിളച്ച് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചെമ്മീനും നാളികേരം കൂടി അരച്ചിട്ടാണല്ലോ ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കറികൾ പെട്ടെന്ന് തിളച്ച് പുറത്ത് പോകും. അപ്പോൾ ആവി വരുമ്പോഴേ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് മൂടി തുറന്ന് ഇളക്കിയെടുത്ത് കൊടുക്കണം കേട്ടോ. നോക്കിയാൽ ചെറുതായിട്ട് ആവിക്കും പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കണ്ട തിളച്ച് പൊങ്ങനെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി തന്നെ വെക്കാം കേട്ടോ. അപ്പോഴും അത് എന്താ പറയുക തിളച്ച് പോവാൻ മിക്സിക്ക് സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു കറിക്ക്. കാരണം നമ്മൾ മാങ്ങ കഷ്ണം ഇട്ടിട്ടില്ല. മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ തിളച്ച് പോവില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുള്ളൂ. കാരണം നമ്മുടെ മാങ്ങ മൂവാണ്ട മാങ്ങയാണ്, പെട്ടെന്ന് ഉടയും. അപ്പോൾ ഉടയാത്ത സൈസ് മാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാറ് നമ്മൾ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മാങ്ങിയിട്ട് വയ്ക്കാം. ഇത് ഉടയണ മാങ്ങിയ കാരണമാണ് ഞാനിപ്പോൾ വെക്കാത്ത കേട്ടോ. അപ്പോൾ ചാറൊക്കെ ഒന്ന് തിളച്ച് ആ മുളകിൻ്റെയും ഒക്കെ ആ കുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാങ്ങിയിട്ടിട്ട് വേവിക്കുന്നത്. ഇനി നമുക്കുണ്ടല്ലോ അതാ മൂടിയൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നമ്മുടെ ചാറൊക്കെ നോക്കിയാൽ നന്നായിട്ട് തിളച്ചിതാ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങിയിട്ട് കൊടുക്കാം. മാങ്ങിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി തന്നെ വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കറി ഇതാ നന്നായി തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഉടയാത്ത രീതിയിലാണ് ഞാൻ മാങ്ങ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ നമ്മൾ വറുത്തെടുത്തല്ലോ ആ വെളിച്ചെണ്ണ നോക്കിയാൽ ഒഴിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ചീനിച്ചട്ടിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചീനിച്ചട്ടിയിൽ ഈ വെളിച്ചെണ്ണയും ചീനിച്ചട്ടിയും ഒക്കെ നന്നായിട്ട് ചൂടായി വെച്ചേ. കുറച്ചും കൂടി നമുക്ക് ഉള്ളി കാച്ചി എടുക്കേണ്ടതായ കാരണം ഞാൻ എന്താ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ആയ കാരണം കണ്ടോ അതിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ചാറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി എൻ്റെ കറി ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളി എനിക്ക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതെടുത്തിരിക്കണം കേട്ടോ. ഈ ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. നമ്മുടെ ഉള്ളി നോക്കിയേ ഇതേപോലെ ഒരു കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ ഞാൻ അതിലേക്ക് ഉണ്ടല്ലോ ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ കറിക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഇട്ടിട്ടുള്ളത്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടാ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായറിനെ വിളിക്കട്ടെ കേട്ടാ. ഇന്നിപ്പോൾ ഷായറിനെ വിളിക്കാൻ പോയപ്പോണ്ട് നമ്മുടെ കൺമണിക്കുട്ടി അവിടെ വന്നിരിക്കണ്ടായിരുന്നു അച്ചാച്ചൻ്റെ അടുത്ത്. ഹായ് പറഞ്ഞായിട്ട് നോക്കിയിട്ട്. കൺമണിക്കുട്ടിക്ക് ഇഷ്ടമുള്ള കറിയാട്ടാ. അച്ചാച്ചനും ഇഷ്ടമാണ്, കൺമണിക്കുട്ടിക്കും ഇഷ്ടമാണ്. നല്ല രസമുള്ളൊരു കറിയത്. മാങ്കഷ്ണൊക്കെ കണ്ടാ ചോറിനാനായിട്ട് പറ്റിയ കറിയാട്ടത്. ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം കൺമണിക്ക് സ്വല്പം ചോറ് തരാം. മതി. എനിക്ക് തുമ്മൽ വന്നു, ഇതിനിടയിൽ പിടിച്ചൊന്നു ഞാൻ. ഭയങ്കര ടേസ്റ്റാ, ഇഷ്ടായി. അതെ, കൺമണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്. വാങ്ങാം, ഭയങ്കര ചൂട്. ഒന്ന് ഊതിയിട്ട് രമണിയ. അതിനുണ്ട് സൂപ്പർ കറിയില്ല. കൺമണിയുടെ വീണ്ടും വാങ്ങി നിൽക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിർത്തല്ലേ, ഇത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറിയാട്ടാ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് അവിടെ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടോ.